ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അശ്വിൻ ശ്രുതിയെ കാണാതെ ഇങ്ങനെ തേരാപ്പാരഞ്ഞ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രുതി ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ട് ഒച്ചത്തി വിളിക്കുന്നുണ്ട്. ശ്രുതിയെ കാണുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയുടെ ഷോൾ അവിടെ കിടക്കുന്നു. അപ്പോഴേക്കും അശ്വിൻ്റെ ചങ്ക് കിടന്നിടിക്കാൻ തുടങ്ങി. ദൈവം ഇനി അവൾക്ക് വല്ല അപകടവും പറ്റിയെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ആ ഷോള് നീണ്ടെടുക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. നീണ്ടെടുക്കുന്ന സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി അവിടെ താഴത്ത് കുത്തിയിരിക്കുന്നു. ശ്രുതി ശ്രുതി എന്ന് വിളിച്ചിട്ടിട്ട് ശ്രുതി കണ്ണു തുറക്കുന്നില്ല. ശ്രുതി ഈ അശ്വിനാണ് ഈ കാലിയും വരുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി തിരിഞ്ഞു നോക്കുകയാണ്. അപ്പോൾ അശ്വിൻ ചോദിക്കണം, നിനക്ക് എന്താ നാവില്ലേ? ഞാൻ എത്ര പ്രാവശ്യം നിന്നെ വിളിക്കുന്നു, എന്നിട്ട് നിനക്കെന്താ ഒന്ന് വിളി കേട്ടൂടെ? അല്ല, സാറല്ലേ പറഞ്ഞത് 5 മിനിറ്റ് വായടക്കി നിൽക്കാനായിട്ട്, അതുകൊണ്ടാ ഞാനൊന്നും മിണ്ടാതിരുന്നത്. ഇപ്പം 5 മിനിറ്റ് കഴിഞ്ഞു, എനിക്ക് സംസാരിക്കാം. അല്ല, ഞാൻ എന്തെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ സാറിന് ദേഷ്യം വരണ്ടോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് പിന്നീടൊന്നും മിണ്ടാതിരുന്നത്. ഓ, വിളക്കൊണ്ട് ഞാൻ തോറ്റു, നിങ്ങൾക്ക് കയറി വാ എന്ന് പറയുകയാണ്. സാറേ ഒന്ന് ഇന്ന് സാറേ, എൻ്റെ കൈ ഒന്ന് പിടിക്കും സാറേ. അങ്ങനെ ശ്രുതിയുടെ കൈ പിടിക്കുകയാണ്. കൈ പിടിച്ച് നേരെ വലിച്ച് കയറ്റുകയും ചെയ്യുകയാണ് നമ്മുടെ അശ്വിൻ. അങ്ങനെ വലിച്ചിങ്ങനെ കയറ്റി കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ഈ അശ്വിൻ്റെ മേഖത്തേക്ക് വീഴുന്നു. അശ്വിനാണെങ്കിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു. ശ്രുതിയോ അതേപോലെ തന്നെ അശ്വിനെയും കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു. അവരിടയിൽ അപ്പോഴും ചെറിയൊരു പ്രണയം ഉണ്ടായി. അങ്ങനെ അശ്വിനാണെങ്കിൽ അപ്പം തന്നെ ശ്രുതിയെ വലിച്ചു മാറ്റിയിട്ട് നേരെ മുന്നോട്ട് നടക്കുകയാണ്. സാറേ നിന്ന് സാറേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിക്കുന്നുണ്ട്. പക്ഷേ അശ്വിൻ അവിടെ നിൽക്കാതെ അങ്ങോട്ട് മുന്നോട്ട് പോവുകയാണ്. ഇതേ സമയം തന്നെ പ്രീതി ഈ ലാവണ്യയെ എംബ്രോയ്ഡറി പഠിപ്പിക്കുകയാണ്. ആ സമയത്ത് എൻ്റെ ദൈവം, ഇത് വല്ലാത്ത പാടാണല്ലോ. പാടോ? എന്ത് പാട്? അങ്ങനെ ഒരു പാടുമില്ല മേഡം, പഠിച്ചു കഴിഞ്ഞാൽ വളരെയേറെ ഈസിയാണെന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ്. അല്ല, മേഡത്തിന് എന്താണാവും ഇത്ര പെട്ടെന്ന് ഇത് പഠിക്കാനുള്ള ആഗ്രഹം? ആഗ്രഹമൊന്നും അല്ലെന്നേ. പിന്നെ ഇവിടുത്തെ മുത്തശ്ശിയില്ലേ, ആ മുത്തശ്ശിയൊന്ന് ഇമ്പ്രസ് ചെയ്യിപ്പിക്കണം, അതിനു വേണ്ടിയാണ് ഞാനിത് പഠിക്കാമെന്ന് വിചാരിച്ചത്, അല്ലാതെ വലിയ ആഗ്രഹമൊന്നുമില്ല എന്നൊക്കെ ഇനി സംസാരിക്കണോ? അതാണോ കാരണം? അതിനാണെങ്കിൽ ഇത്രയും ഹെവി വർക്ക് ചെയ്യേണ്ടായിരുന്നില്ല, ചെറിയൊരു പൂവൊക്കെ ചെയ്താൽ പോരായിരുന്നില്ലേ? ഇനി ഏതായാലും നിർത്തണ്ട മേഡം ഇത് കണ്ടിന്യൂ ചെയ്തോളെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷേ ഈ സമയം തന്നെ ആകാശ് അവിടെ നിന്ന് ഭയങ്കരമായിട്ടും സൈറ്റ് അടിക്കുകയാണ് നമ്മുടെ പ്രീതിയും അത് കാണുന്നുണ്ട്. അങ്ങനെ ആകാശിനൊരു ഫോൺ വരികയാണ്. ഞാൻ വരാം, ഓഫീസിലെത്താനായിട്ട് സ്റ്റാഫുകൾ എത്താൻ ഇനി താമസിക്കും, അതുകൊണ്ട് ഞാൻ ഓഫീസിൽ എത്തിക്കോളാം, ഉടനെ തന്നെ എത്തിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഈ ലാവണ്യാണെങ്കിൽ ശരി ഞാൻ അകത്തേക്ക് പോയി ഇതൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലാവണ്യ നേരെ അകത്തേക്ക് കയറി പോവുകയാണ്. ആ സമയത്ത് ഈ പ്രീതിയെ കണ്ണൊക്കെ കാണിച്ചുകൊണ്ട് വിളിക്കണം, ഇങ്ങോട്ട് വന്ന ഒരു കാര്യം പറയാനുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്. പക്ഷെ പ്രീതിയാണ് ഞാൻ വരെയൊന്നുമില്ല, ഇങ്ങോട്ട് വാ, ഒരു കാര്യം ചോദിക്കട്ടെ എന്ന് പ്രീതിയോട് വീണ്ടും ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഏതായാലും ആകാശ് വിളിച്ചതല്ലേ എന്നൊക്കെ അങ്ങോട്ട് ചെന്ന് കളഞ്ഞേക്കാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് പ്രീതി അവിടെ നിന്ന് നേരെ എണീറ്റ് കഴിഞ്ഞപ്പോഴേക്കും പ്രീതിയുടെ കാല് എന്തൊക്കെയോ കൊള്ളുകയാണ്. ഭയങ്കര വേദന. അയ്യോ സാറേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിൽ. അപ്പോൾ എന്താ പറ്റി പ്രീതി? അയ്യോ സാറേ, എൻ്റെ കാല് സൂചി കുത്തിക്കൊണ്ടല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ആകാശം ഒന്ന് താങ്ങി പിടിക്കുകയാണ്. അപ്പോൾ ആകാശിനൊന്ന് നോക്കുകയാണ് നമ്മുടെ പ്രീതി. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് അശ്വിനാണെങ്കിൽ ശ്രുതിയെ ഇങ്ങനെ കയറ്റി കൈ പിടിച്ച് കയറ്റിക്കൊണ്ട് വരികയാണ്. ഒന്നിങ്ങോട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് അശ്വിനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. ഈ കാടിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടാൽ മതി എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ ശ്രുതിയാണെങ്കിൽ അയ്യോ അമ്മ എന്നും പറഞ്ഞുകൊണ്ടൊരു കരച്ചിൽ. അപ്പോൾ അശ്വിൻ തിരിഞ്ഞു നോക്കിയിട്ട് എന്താ കാര്യം? ഒന്നുമില്ല. പിന്നെ അവർ നടക്കുകയാണ്. അത് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി വീണ്ടും അമ്മയെന്നും പറഞ്ഞ് കരയാണ്. എന്താണെന്നല്ലേ ചോദിച്ചത്, എന്താണെന്ന് വെച്ചാൽ പറ. അത് പിന്നെ സാറേ, എൻ്റെ ഉടുപ്പിൻ്റെ ഉള്ളിലേക്ക് എന്തോ കയറിയിരുന്ന് കടിക്കുന്നു സാറേ എന്നിങ്ങനെ പറയുകയാണ്. എന്ന് പറയുകയാണ്. അപ്പോൾ അശ്വിനാണെങ്കിൽ എന്നെ കൊണ്ട് തോറ്റല്ലോ സാറ്, എന്തോ എന്നെ കടിക്കുന്നുണ്ട്, അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിൽ. ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ പിന്നീട് പ്രീതിയെ കാണിക്കുകയാണ്. അപ്പോൾ പ്രീതിയാണെങ്കിൽ ദൈവമേ, ലാവണ്യ മേഡത്തിൻ്റെ കയ്യിൽ നിന്ന് സൂചി താഴെ പോയെന്ന് തോന്നുന്നു, ആ സൂചിയാണ് ഇപ്പം എൻ്റെ കയ്യിലേക്ക് കുത്തി കയറിയത്, ഇനി എന്ത് ചെയ്യും സാറേ എന്നിങ്ങനെ പറയുകയാണ്. അയ്യോ സാരമില്ല പ്രീതി എന്ന് പറഞ്ഞുകൊണ്ട് പ്രീതിയെ രണ്ട് കൈ വെച്ച് ഇങ്ങനെ പൊക്കി എടുത്തിട്ട് നേരെ കൊണ്ടുപോവുകയാണ്. സെറ്റിൽ ഇരുത്താൻ വേണ്ടി, നടക്കാൻ പറ്റില്ലെന്നൊക്കെ വിചാരിച്ചുകൊണ്ട്. അപ്പോഴാണ് പ്രീതിയെ പൊക്കിയെടുത്തുകൊണ്ട് പോകുന്ന ആകാശിനെ ഈ മനോരമ കാണുന്നത്. ഇത് കണ്ട മനോരമ ആകെ വെള്ളം കുടിച്ച് പോവുകയാണ്. എൻ്റെ മൈ ഗോഡ്, എന്താണ് ഞാൻ ഈ കാണുന്നത് എന്ന് പറയുകയാണ്. അങ്ങനെ ഈ ആകാശാണെങ്കിൽ പ്രീതിയുടെ കാല് ഈ ടേബിളിൻ്റെ പുറത്തേക്ക് വെച്ചിട്ട് ആ സൂചി അങ്ങോട്ട് വലിച്ചൂരി എടുക്കണം. അയ്യോ നന്നായിട്ട് ചോര വരുന്നുണ്ടല്ലോ, ഞാൻ മെഡിസിൻ എടുത്തിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് ആകാശം അങ്ങോട്ട് പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും മനോരമ കാലിൽ തുള്ളിക്കൊണ്ട് നേരെ അങ്ങോട്ട് വന്നിട്ട് നീ എന്താ വിചാരിച്ചിരുന്നത്, എണീക്കടി അവിടെ നിന്ന്
നീ എൻ്റെ മോനെ മയക്കാൻ വേണ്ടി വന്നാണോടി എന്നൊക്കെ ചോദിക്കണം. അപ്പോൾ ഈ ആകാശ് പറയുകയാണ്, എന്താ മാം എന്താ ഇങ്ങനെയൊക്കെ പെട്ടെന്ന് പറയുന്നത്, ദേ നീ മിണ്ടരുത്, നീയാണ് കൂടുതൽ ഭക്ഷണം എന്താ, ഓ എന്താടി എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അമ്മേ എന്തിനാ പ്രീതിയെ വഴക്ക് പറയുന്നത്, അവളുടെ കാലിലൊരു സൂചി കൊണ്ട്, സൂചിയോ, ഓ ഒന്ന് സൂചി കൊണ്ടെന്ന് വിചാരിച്ച് ഇങ്ങനെ എടുത്തു പൊക്കി നടക്കേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് മനസ്സിലായി എല്ലാ കാര്യങ്ങളും, നീ എൻ്റെ മോനെ മയക്കാൻ വേണ്ടി വന്നിരിക്കുകയാണല്ലോ, അല്ലെങ്കിലും ആ കിറസാരിയുടെ ചേച്ചിയല്ലേ, നീ ഇതല്ല ഇതിനപ്പുറവും കാണിക്കായിരിക്കും, കിറസാരി പറഞ്ഞിട്ടുണ്ടാകും വേറൊരു ആൺചെറുക്കനും കൂടി അവിടെ ഉണ്ട്, അതുകൊണ്ട് നീ അവളെയും കൂടി മയക്കിക്കൊണ്ട് വാന്ന് പറഞ്ഞിട്ടുണ്ടാകും, അതുകൊണ്ടായിരിക്കും നീ ഇങ്ങോട്ട് കയറി വന്നേ അല്ലേ എൻ്റെ മോനെ മയക്കാനായിട്ട്. പ്രീതിക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ സങ്കടം തോന്നുകയാണ്. പ്രീതിയോട് വീണ്ടും, നീ എണീക്കാനല്ലേ എന്നോട് പറഞ്ഞത്, ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങിക്കൊള്ളാം, ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കാനായിട്ട് പാടില്ല, ഇറങ്ങടി എൻ്റെ വീട്ടിൽ നിന്ന് എന്നിങ്ങനെ പറയണം. എന്താ മേഡം, എന്താ എന്നോട് ഇങ്ങനെ അനാവശ്യമായ കാര്യങ്ങളെല്ലാം പറയുന്നത്, ഷട്ട് അപ്പ്, അനാവശ്യമായ കാര്യമോ, ഇവിടെ നീ അനാവശ്യമെല്ലാം കാണിച്ചു കൂട്ടിയിട്ട് ഇപ്പം ഞാൻ പറഞ്ഞത് മുഴുവൻ അനാവശ്യമായി നിനക്ക്, നീ ഇവിടുത്തെ കോപ്രായങ്ങളെല്ലാം കാണിച്ചു കൂട്ടിക്കിട്ട് ഇവിടെ അഭ്യാസം കാണിക്കുന്നത്, ഈ പെട്ടെന്ന് ഇറങ്ങിക്കോളാം. അപ്പോൾ പ്രീതി ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ ആകാശാണെങ്കിൽ, എന്താ അമ്മയ്ക്ക് ഇത്തിരി മാന്യമായിട്ട് സംസാരിച്ചൂടെ, ദേ എന്താണ് നടന്നതെന്ന് അറിയാതെ അമ്മ എന്തിനിങ്ങനെ ചീപ്പായി സംസാരിക്കുന്നത്, ഓ ഞാൻ പറയുന്നപ്പം നിനക്ക് ചീപ്പായി അല്ലേ, നീ എന്നോട് ധിക്കരിക്കാൻ മാത്രം വളർന്നോട് ആകാശയെ മിണ്ടരുത് അവിടെ. അപ്പോൾ ലാവണ്യ വരികയാണ്. അപ്പോൾ ലാവണ്യ വന്നിട്ട്, എന്താ 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 കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ദേ ലാവണ്യ ബേബി, ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞേക്കാം, നിനക്ക് എംബ്രോയ്ഡറി പഠിക്കണമെങ്കിൽ നീ വല്ല പുറത്തും പോയി വല്ല എംബ്രോയ്ഡറി ക്ലാസ്സിൽ പോയി ചേരണം, അല്ലാതെ ഇത്തരത്തിലുള്ള സ്ത്രീകളെ ഇങ്ങോട്ട് വിളിച്ച് കയറ്റാനായിട്ട് പാടില്ല, മനസ്സിലായോ പറഞ്ഞത്? ഇത്തരത്തിലുള്ള പെണ്ണുങ്ങളെയൊക്കെ വിളിച്ച് ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിലേ ദേ എനിക്കുണ്ട് ഒരു പ്രായപൂർത്തിയായ മകൻ, അവനെ വളച്ചെടുക്കും, അശ്വിൻ മാത്രമല്ല ഇവിടെ പ്രായപൂർത്തിയായ മകൻ എന്നൊക്കെ സംസാരിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ പ്രീതിക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റില്ല. പ്രീതി അവിടെ നിന്ന് ഇറങ്ങുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അശ്വിനെയാണ്. അശ്വിനാണെങ്കിൽ ഈ ശ്രുതിയെ കൊണ്ടൊരു ബാത്റൂമിൻ്റെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. നീ ഏതായാലും ഇപ്പോൾ ഡ്രസ്സ് മാറ് എന്ന് പറയുകയാണ്. ഡ്രസ്സ് മാറിയിട്ട് നോക്ക്, എന്താ നിന്നെ കടിച്ചെന്ന് നോക്കുക എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ശ്രുതിയാണെങ്കിൽ നേരെ ആ ബാത്റൂമിൻ്റെ ഉള്ളിലേക്ക് കയറി പോവുകയാണ്. അശ്വിനാണെങ്കിൽ കയ്യിൽ സഹിക്കാനും പറ്റുന്നില്ല. അപ്പോൾ അശ്വിൻ്റെ പിന്നാലെ ഒരു ബൈക്കുകാരൻ നിൽക്കുന്നുണ്ട്, ഒരു ഹെൽമെറ്റൊക്കെ വെച്ചിട്ട്. അച്ഛന് സമയം നോക്കിയാണ്, ഇവള് കുറേ നേരമായല്ലോ, ഇനിയിപ്പോൾ ഇവളെ ഇട്ടിട്ട് പോയാലോ, വേണ്ട ഇട്ട് പോയാൽ പ്രശ്നമാവും, വേണ്ട പോകണ്ട. അങ്ങനെ നമ്മുടെ ശ്രുതി അവിടെയൊക്കെ ഡ്രസ്സ് മാറിയിട്ട് കഴിഞ്ഞപ്പോഴേക്കും വേറൊരു സ്ത്രീ വന്നിട്ട് ആ ഡ്രസ്സ് വലിച്ചെടുത്തോണ്ട് പോയി. ആ പെണ്ണ് ഡ്രസ്സ് ഇട്ടിട്ട് നേരെ ആ ബൈക്കുകാരൻ്റെ പിന്നിൽ കയറി ഒറ്റ പോക്ക്. അപ്പോഴേക്കും ശ്രുതി, അയ്യോ എൻ്റെ ഡ്രസ്സും കൊണ്ട് പോയേ. ശ്രുതിയാണെങ്കിൽ ആ പെണ്ണിൻ്റെ ഡ്രസ്സ് അവിടെ ഇട്ടിട്ടാണ് പോയത്. ആ പെണ്ണിൻ്റെ ജീൻസും ഒരു ടോപ്പും ഇട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ശ്രുതിയെ കണ്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ്. ശ്രുതിയാണെങ്കിൽ ഈ ബൈക്കുകാരൻ്റെ പിന്നാലെ ഓടി ചെല്ലുകയാണ്. നിൽക്ക് കുട്ടി, എൻ്റെ ഡ്രസ്സ് ഇങ്ങോട്ട് തന്നിട്ട് പോ കുട്ടി എന്ന് പറയുകയാണ്. പക്ഷേ ആ കുട്ടി കൊണ്ട് കൊടുക്കുന്ന എന്തോ കള്ളത്തരമായിട്ട് വന്നാണ്. അങ്ങനെ ആ ഷോള് മാത്രം വലിച്ചെറിയുകയാണ്. ആ ഷോള് വന്ന് നമ്മുടെ അശ്വിൻ്റെ മുഖത്തേക്ക് വീഴുകയാണ്. അശ്വിൻ ആ ഷോള് മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ദേ ജീൻസും ടോപ്പ് ഇട്ട് നിൽക്കുന്ന നമ്മുടെ ശ്രുതിയെ കാണുകയാണ്. അന്തം വിട്ട് നിന്നു പോവുകയാണ് നമ്മുടെ അശ്വിനാണെങ്കിൽ ശ്രുതിയെ കണ്ണെടുക്കാതെ തന്നെ നോക്കുകയാണ്. ശ്രുതിക്കാണെങ്കിൽ അത് വല്ലാത്ത ഇറിറ്റേഷനും തോന്നി. ശ്രുതിയാണെങ്കിൽ ടോപ്പ് ഇങ്ങനെ വലിച്ചിടാനും ശ്രമിക്കുകയാണ്. അശ്വിനെ ചിരി സഹിക്കാനും പറ്റിയില്ല. ആ കൊള്ളാം, എന്തായാലും ചേരുന്നുണ്ട്. എന്താ നീ മനഃപൂർവ്വം ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായി. ആ കുട്ടി എൻ്റെ ചുരിദാർ എടുത്തുകൊണ്ട് പോയതാണ് സാർ, ഞാനെന്ത് ചെയ്യാനാണ്? ആ കുട്ടിയുടെ ഡ്രസ്സ് നീ ആയിരിക്കും അടിച്ചു മാറ്റിയത് ഈ ഡ്രസ്സൊക്കെ ഇടാൻ വേണ്ടി. അതെ സാർ, അനാവശ്യം പറയുന്നത് കേട്ടോ. ഇത്തരത്തിലുള്ള ഡ്രസ്സൊന്നും ഇടുന്നത് എനിക്ക് ഇഷ്ടമൊന്നുമല്ല, പക്ഷേ എനിക്ക് ഈ ഡ്രസ്സ് ചേരണുണ്ടല്ലേ സാർ, പറ സാർ, ചേരണുണ്ടോ എനിക്ക് ഡ്രസ്സ്? അപ്പോൾ അശ്വിൻ തുറച്ചു നോക്കിയാണ്. അയ്യോ ഒന്നുമില്ല, ഞാനൊന്നും പറഞ്ഞില്ലേ സാർ. സാർ ഞാനേ ഒരു കാര്യം പറയട്ടെ സാർ, എനിക്ക് വിശക്കുന്നു സാർ, ഇവിടെ എവിടെയെങ്കിലും നിന്നും എനിക്ക് ഇത്തിരി ഭക്ഷണം മേടിച്ചു തരാമോ? ഇവിടെ ഈ കാട്ടിൽ എവിടെയാണ് ഹോട്ടലുണ്ടാവുന്നത്? അതെ സാർ, ഉണ്ടാകും, ഇവിടെ എവിടെയെങ്കിലും ഹോട്ടലുണ്ടാകും, കാരണം ഇവിടെ അടുത്ത് തന്നെ ബാത്റൂം ഉണ്ടല്ലോ, അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഹോട്ടലുണ്ടാകും, അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. ഇവിടെ ആൾക്കാരൊക്കെ വരാറും പോകാറുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ അശ്വിനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. അശ്വിനാണെങ്കിൽ ആ ഷോളെടുത്ത് ശ്രുതിയുടെ മുഖത്തേക്ക് വലിച്ചെറിയുകയാണ്. ശ്രുതിയാണെങ്കിൽ ആ ജീൻസിനൊപ്പം ആ ഷോളും തോളത്തേക്ക് ഇടുകയാണ്. അതും കൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഒരു കോമാളിയെ പോലെയാണ് നമ്മുടെ അശ്വിനെ തോന്നിയത്. അശ്വിന് ചിരി പൊട്ടി അങ്ങോട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രുതി അശ്വിനെ തന്നെ നോക്കിയാണ്. കളിയാക്കിയുള്ളൊരു ചിരി, ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ അശ്വിനാണെങ്കിൽ വാ എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോവുകയാണ്. ഇതേ സമയം നമ്മുടെ പ്രീതിയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയല്ലോ. അപ്പോൾ പ്രീതിയുടെ പിന്നാലെ
ഈ അഞ്ജലി ഓടിച്ചെല്ലിക്കണം. പ്രീതി നീ പോവുകയാണോ പ്രീതി? അതെ മേഡം ഞാൻ പോവുകയാണ് മേഡം. അയ്യോ എന്താ നീ പെട്ടെന്ന് പോകുന്നത്? ദേ നീ പോകല്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്താ നീ കരയുന്നത്? നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മനോരമ വന്നിട്ട് പറയാം, ഇവളുടെ പ്രശ്നം എന്താണെന്നൊക്കെ ഞാൻ പറയാം, ഞാൻ തന്നെ വിശദീകരിക്കാം. അതെ ഇതേപോലെ പണക്കാരുടെ വീട്ടിൽ കയറി ഓരോരുത്തർ ജോലിക്ക് വരും, എന്നിട്ട് അവിടുത്തെ ആണുങ്ങളെല്ലാം വശീകരിക്കും. ഇതാണ് ഇവളുടെയൊക്കെ ജോലി. അപ്പോഴേക്കും നമ്മുടെ ആകാശ് വന്നിട്ട് എന്താ അമ്മ എന്തൊക്കെ അനാവശ്യങ്ങൾ, എന്തിനാണ് ആ പാവത്തിന് ഇനിയും അപമാനിക്കുന്നത്? പാവോ നീ മിണ്ടരുത് ആകാശേ, ദേ നീ ഒരു അക്ഷരം മിണ്ടിപ്പോകരുത്. അപ്പോൾ നമ്മുടെ പ്രീതി പറയണം, മേഡം ഞാൻ പോവാണ്, നീ പോവല്ലേ, നീ ഒന്നും കഴിച്ചില്ലല്ലോ, ഇച്ചിരി ചായയും ഇച്ചിരി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നീ പോയാൽ മതി എന്നൊക്കെ ഇനി സംസാരിക്കുകയാണ്. വേണ്ട മേഡം എനിക്കൊന്നും വേണ്ട, എനിക്ക് പോയേ മതിയാവുള്ളൂ, നിനക്ക് എന്താ പ്രശ്നം, എന്താണെങ്കിലും ഒന്ന് പറഞ്ഞൂടെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് പ്രീതിയുടെ ഫോണിലേക്ക് ഒരു കോള് വരികയായിരുന്നു. അത് പ്രീതിയുടെ അച്ഛനായിരുന്നു. അപ്പോൾ എന്താ അച്ഛാ, എന്താ വിളിച്ചത്? മോളെ നീ എവിടെയാണ്? ഞാൻ അശ്വിൻ സാറിൻ്റെ വീട്ടിലാണ് അച്ഛാ, മോൾക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പ്രീതിയോട് ചോദിക്കുകയാണ്. പക്ഷേ പ്രീതിയാണെങ്കിൽ ഒന്നും വേണ്ടാ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്ന. അടുത്ത റിവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ.